ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ 21 മുതൽ ഏപ്രിൽ 27 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ എപ്പിസോഡിലും പറയാറുള്ളത് പോലെ പരിഹാര നിർദ്ദേശങ്ങൾ ഭാരതീയമായിട്ടുള്ള ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. ജപധ്യാനാദികൾ, സ്തോത്ര മന്ത്രാദികൾ, പിന്നെ ക്ഷേത്ര ദർശനം, അവിടെ ചെറിയ വഴിപാടുകൾ നമുക്ക് കഴിയുമെങ്കിൽ കഴിപ്പിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഒരു മുഹൂർത്തകാലമെങ്കിലും, അതായത് 48 മിനിറ്റെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചില ആചാര്യന്മാർ പറയുന്ന ക്ഷേത്ര ചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മുഹൂർത്തകാലമെങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദർശനം നടത്തുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മളൊരു കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് പറയുമല്ലോ. ദേവതയുമായിട്ട് അതൊരു കോൺഷ്യസ്നെസ്സാണ്, ഒരു ബോധമാണ്. ആ ബോധവുമായിട്ട് നമ്മുടെ ബോധത്തിന് ഒരു കോൺടാക്റ്റ്, ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന സഫലമാകുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നമുക്ക് ആ രീതിയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫലങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എപ്പോഴും 1-2 ദിവസം പോവുക, 10 ദിവസം പോവുക, അല്ലെങ്കിൽ പിന്നീട് അതങ്ങോട്ട് മുടക്കുക, വീണ്ടും ആരംഭിക്കുക, അങ്ങനെയുള്ളതല്ല. നമ്മുടെ അക്കാഡമിക് സ്റ്റഡി പോലെ തന്നെയാണ്. കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് വർക്ക് അക്കാഡമിക്സിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു വർഷം കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് എവറി ഡേ വർക്ക് ആൻഡ് റിവിഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ക്ഷേത്രാചാരങ്ങൾ നമ്മൾ പാലിച്ച് നമ്മൾ പ്രാർത്ഥന, ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. നമ്മളെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ആചാര്യന്മാർ പറയുന്നത് 9 മുതൽ 18 മാസമെങ്കിലും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഒരു ദിവസം പോലും മുടക്കാതെയുള്ള പ്രാർത്ഥന. അതെപ്പോഴും ജപം കൊണ്ടാണ് നമുക്ക് ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സ്പന്ദന തലം ഉണ്ടല്ലോ. ആ ജപം കൊണ്ടാണ് ആ സ്പന്ദനങ്ങൾ നമുക്ക് ആ ദേവതയുമായിട്ട്, ആ ഒരു ബോധമാണ്, ആ ബോധവുമായിട്ട് ഒരു കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കഴിയുക എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഗുരുനാഥന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ് കേട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം അറിയുക. അത് നമ്മളൊന്ന് പാലിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പലരും പറയാറുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഇപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാണല്ലോ. നമ്മുടെ ഭൗതിക തലത്തിൽ നമ്മുടേതായിട്ടുള്ള ശ്രമങ്ങൾ വേണം. അത് പഠന കാര്യങ്ങളിൽ കുട്ടി പഠിച്ചാൽ മാത്രമേ മാർക്സ് ലഭിക്കുകയുള്ളൂ. അത് ഭൗതികമായിട്ടുള്ള തലങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിവ് കുറവുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷൻ, കോച്ചിങ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ പ്രാർത്ഥനയിൽ നമുക്കൊരു ഏകാഗ്രത കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഗുരുസ്ഥാനീയരുമായിട്ട് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് എങ്ങനെയാണ് ഏകാഗ്രത വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ആധ്യാത്മികത അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണായിരിക്കും എളുപ്പം സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരു ഗുരുവാണ്. അപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം ലഭിക്കണം. ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം നമ്മൾ ആ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഫലസിദ്ധി പൂർണ്ണമായിട്ടും ലഭിക്കും എന്ന് ആചാര്യന്മാർ പറയുന്നു. അതാണ് വിശ്വാസം. ആ രീതിയിൽ മുന്നോട്ട് പോയി നമ്മൾ ഒന്ന് ശ്രമിക്കുക. എത്രത്തോളം അനുഭവ തലങ്ങളിൽ വ്യത്യാസം വരുന്നു എന്ന് നമുക്ക് സ്വയം അറിയുവാൻ കഴിയും. ഇനി രാശിഫലങ്ങളാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ ധാരാളം കാണുന്നുണ്ട്. ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ചില ആഘോഷങ്ങൾ കുടുംബത്തിൽ തന്നെ നടക്കുവാനുമുള്ള യോഗമുണ്ട്. അധിക പണച്ചെലവിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അത് പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി വന്ന് ഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഈ വാരത്തിൽ നടക്കുക. പല ഹോം അപ്ലയൻസസൊക്കെ വാങ്ങിക്കുക. വീട്ടിൽ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട്, ലൈക്ക് ഫർണിച്ചർ, എല്ലാ കാര്യങ്ങളും വാങ്ങുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ബന്ധു സമാഗമം എന്ന് പറയും. ബന്ധുക്കളും
ഒക്കെ ആയിട്ട് വീണ്ടും അത് ഒന്ന് പുതുക്കാൻ, നമ്മുടെ ഒരു അടുപ്പം ഒന്ന് പുതുക്കുവാനുള്ള അവസരം വരും. ഒരുപക്ഷെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ആയിരിക്കാം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. എന്തായാലും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുള്ള ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. കുടുംബത്തിനകത്ത് തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ചെറിയ ചെറിയ അകൽച്ചയോ ഉണ്ടെങ്കിൽ അത് പരിഹൃതമാകുന്ന ഒരു വാരമാണ്. ഇത് നമ്മുടെ ഒരു ശ്രമം അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് അറിയാം. പിന്നീട് വരുന്നത് ബാധ്യത, കടവും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവർക്ക് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന കടം അല്പം നമുക്ക് സമയം മെച്ചമായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പരിഹൃതമാകില്ല എന്നുള്ളതുകൊണ്ട് അതിന് പ്രത്യേക പ്രാർത്ഥന അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതായത് 12 വ്യാഴൻ കഴിഞ്ഞിട്ടുള്ള ജന്മവ്യാഴൻ്റെ കാലം. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളുള്ള ഈ രാശിയിൽ ജനിച്ചവരിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജിന് അത് ഉണ്ടാകാം. അതിന് പരിഹാരമായിട്ട് മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ എന്നുള്ളതാണ്. ദിവസവും മഹാലക്ഷ്മി സ്തോത്രം ജപിച്ച് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ മഹാലക്ഷ്മി സ്തോത്രം 18 പ്രാവശ്യം ജപിക്കുക. ദേവി ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരു വഴി കാണിച്ചു തരും. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇടവം രാശി കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. യാത്രകൾ ഈ രാശിയിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. യാത്രകൾ കൊണ്ട് തീർത്ഥാടനം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര, അമ്പലങ്ങളൊക്കെ ദർശനം നടത്താനുള്ള യാത്ര, ഇതിനൊക്കെ യോഗമുള്ളൊരു വാരമാണ്. പുതു വസ്ത്രലാഭം കാണുന്നുണ്ട്. കുടുംബത്തിൽ ആഭരണമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങുവാനും അതുവഴിയുള്ള പണച്ചെലവും. പിന്നീട് കാണുന്ന കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ള പണച്ചെലവാണ്. അതായത് റിപ്പയർ വർക്കൊക്കെ ഗൃഹത്തിനോ വാഹനത്തിനോ ഒക്കെ വരാം അവിചാരിതമായിട്ട്. അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ പ്രയാസങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ വന്ന് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം ചിലവായി പോകാം. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പണമായിരിക്കാം. അങ്ങനെ ചിലവായി പോകുന്നതുകൊണ്ട് അല്പം ഒരു ടെൻഷൻ വരാം. അപ്പോൾ എന്തെങ്കിലും ലോണൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതെങ്ങനെ ഇപ്പോൾ റീപേ ചെയ്യുക, ആ പണമൊക്കെ നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ചിലവാക്കില്ല. ഒരു വിഷമിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. വ്യാഴപ്രീതി വരുത്തിക്കൊള്ളൂ. വ്യാഴപ്രീതി വരുത്തുക, അല്ലെങ്കിൽ ശ്രീ വിഷ്ണു പ്രീതി വരുത്തുക. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം എന്ന് പറഞ്ഞൊരു സ്തോത്രമുണ്ട്. സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കര കോടി തുല്യം എന്നാരംഭിക്കുന്ന ഒരു സ്തോത്രമാണ്. അത് ജപിച്ചോളൂ. മഹാസുദർശനം തന്നെ നമ്മുടെ പ്രയാസങ്ങൾ കുറയ്ക്കും. ചിലർക്ക് അത് പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗത്തിനുള്ള ഒരു ഭാഗ്യമുണ്ട്. പലരും പറയും ജോലി ഇങ്ങനെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സമൂഹത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ചിട്ടുള്ള നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ചെറിയൊരു വരുമാന മാർഗം തീർച്ചയായിട്ടും ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് വരിക ബുദ്ധിമുട്ടാണ്. നമ്മൾ വി ഹാവ് ടു ബി വെരി പ്രാക്ടിക്കൽ നമ്മൾ പറയാറില്ല. അപ്പോൾ പലരും ഇത് രാശിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എനിക്കൊന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ സ്ഥാനം, പണ്ട് പറയാറുണ്ട് ആചാര്യന്മാർ, ദേശം കാലം പ്രായം സ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ദേശത്തിനനുസരിച്ചിട്ടുള്ള അവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശ്രമം വരേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ഫലസിദ്ധിയും ഉണ്ടാകും. കാലം ഏത് കാലത്താണോ 2024 അവസ്ഥ എന്താണ്, അതനുസരിച്ചിട്ടുള്ള നേട്ടങ്ങളായിരിക്കും നമ്മുടെ ശ്രമം കൊണ്ട് ഉണ്ടാകുന്നത്. ആളുടെ പ്രായം ഇപ്പോൾ 80 വയസ്സായ ഒരാൾ ആഗ്രഹിക്കുന്നതും 20 വയസ്സായ ഒരു യങ്സ്റ്റർ ആഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ആ ഒരു അറ്റൈൻമെൻറ്റിലും ഡിഫറൻസ് വരാം, വ്യത്യാസങ്ങൾ വരാം. പ്രായം അതാണ്. പിന്നെ സ്ഥാനം, നമ്മുടെ വിദ്യാഭ്യാസം അനുസരിച്ച് നമ്മുടെ പൊസിഷൻ എവിടെയാണ്, ഗ്രാജുവേറ്റ് ആണോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, അത് മാർക്സ് എങ്ങനെയാണ്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുള്ള ശ്രമവും ഉണ്ടായിക്കഴിയും അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഒരു വരുമാന മാർഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമല്ല ഈ വാരം. അതുപോലെ പ്രണയ കാര്യങ്ങൾക്ക് ഒട്ടും നല്ല സമയമല്ല. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ, അതായത് ഡിസിഷൻ മേക്കിംഗ്
ബാങ്കിങ്ങിൽ ഫോൾട്ട് വരിക, ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കുവാൻ പറ്റിയ ഒരു സമയമല്ല. ഇക്കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പല പ്രയാസങ്ങളും നമുക്ക് നീക്കുവാൻ കഴിയും. വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ കൂട്ടുകെട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് ഒഴിവാക്കാമെങ്കിൽ അത്രയും നല്ലത്. വിനോദം കുറച്ച് പഠന കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. അതുപോലെ പേരൻസ്, ഈ കുട്ടികളുടെ അച്ഛനമ്മമാർ കുട്ടികളുടെ ഒരു വേറെ ബൗട്ട്സ് പിന്നെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് പല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കുവാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ശുക്രപ്രീതി കൂടി വരുത്തിക്കൊള്ളൂ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശുക്രന് വെള്ളിയാഴ്ചകളിൽ പുഷ്പാഞ്ജലി കഴിയുമെങ്കിൽ നടത്തുക. ദേവീക്ഷേത്രമാണെങ്കിൽ ഏറെ നല്ലത്. അവിടെ ദേവിക്കൊരു പുഷ്പാഞ്ജലി കൂടെ കഴിപ്പിച്ചുള്ളൂ. കഴിയുന്നവർ, അല്ലാത്തവർ ദർശനം നടത്തുക, ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള ആ ശ്ലോകം നിരന്തരം ജപിച്ചോളും. പ്രയാസങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. പല പ്രയാസങ്ങളും അല്പം ഒന്ന് കുറയുന്ന വാരമാണ് എന്നുള്ള കാര്യം അറിയാം. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ശ്രമം കൊണ്ടും കാര്യമായി കുറയുന്ന ഒരു വാരമാണ്. ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം നമുക്ക് പരിഹൃതമാക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ്. അല്ലാത്ത കാര്യങ്ങളിൽ, പരിഹൃതമാക്കുവാൻ കഴിയാത്ത കാര്യങ്ങളിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നു ചേരാനുള്ള യോഗവും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. കഴിഞ്ഞ കാലത്തെ ചില പ്രയാസങ്ങൾ നമ്മുടെ തന്നെ ചില തെറ്റുകളോ അല്ലെങ്കിൽ ചില അബദ്ധങ്ങളോ ഒക്കെ കൊണ്ട് ഉണ്ടായ പ്രയാസങ്ങൾ ഓർത്ത് ചിലപ്പോൾ വിഷമിക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പ്രാർത്ഥന കൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ മാറും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വിവാഹ കാര്യങ്ങളിൽ വിവാഹാലോചനകളൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിവാഹം നടക്കുവാനോ നിശ്ചയിക്കുവാനോ ഒക്കെയുള്ളൊരു യോഗം കാണുന്നുണ്ട്. ജാതകത്തിൽ ഈ ചിലർ പറയാറുണ്ട് ഈ മിഥുനം രാശിക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ. അവർ ജാതകം ഒന്ന് പരിശോധിക്കുക. പെൺകുട്ടികളാണെങ്കിൽ 7-ലോ 8-ലോ പാപനുണ്ടോ എന്നുള്ള കാര്യം, രാഹു കേതുക്കൾ, ചൊവ്വ, ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം 7-ലോ 8-ലോ ഉണ്ടോ എന്ന് പരിശോധിക്കുക പെൺകുട്ടികൾ. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 7-ൽ പാപനുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ പാപനുണ്ട് എങ്കിൽ അത് കുറച്ച് പാപം കൂടുതൽ, പാപാധിക്യം നമ്മൾ പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് പരിഹാരം ജ്യോതിഷിയിൽ നിന്ന് വാങ്ങുക. എന്നിട്ട് ആ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക. പിന്നെ പരദേവതാ പ്രീതിയും അത്യാവശ്യം വരുത്തിക്കൊള്ളുക എന്നുള്ളതാണ്. അനുകൂലമായി വ്യാഴത്തിനൊരു സ്ഥാനം വരുമ്പോൾ പരദേവതാ പ്രീതി അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അങ്ങനെ പരദേവതാ പ്രീതി കൂടെ വന്നു കഴിയുമ്പോൾ ഈ വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കോളും. അതുപോലെ തന്നെ സന്തതിഭാവത്തിന് ചില ദോഷമുള്ളവർ അതിനും പരിഹാരം ചെയ്യുക. സന്തതിഭാവത്തിൻ്റെ ദോഷം മാറി സൽസന്താനത്തിൻ്റെ ഒരു ജനനം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു യോഗം കാണുന്നു എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. പിന്നെ ജോലിയിൽ മാറ്റം ഉണ്ടാകാം, ഉയർച്ച, പ്രമോഷൻ സാധ്യത, അല്ലെങ്കിൽ സാലറി അറിയേഴ്സ് വരാനുള്ള ഭാഗ്യം, പുതിയ ജോലിക്കായിട്ട് പരിശ്രമിക്കാവുന്ന ഒരു വാരമാണ്. അത് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ബിസിനസ്സിലും പ്രോഗ്രസ് ദൃശ്യമാകും എന്നുള്ളതാണ്. ഈ പലപ്പോഴും പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ പ്രോഗ്രാം കാണുന്നൊരു വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഫിനോമിനൽ ഒരു ചേഞ്ച്, വല്ലാതെ ഒരു ലോട്ടറി കിട്ടുന്ന പോലെ ഒരു ചേഞ്ച് അല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ ചേഞ്ചസിൻ്റെ വ്യത്യാസങ്ങളുടെ ഒരു സൂചന വരും. ആ സൂചന അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നതുകൊണ്ട്, മുന്നോട്ട് പോകുന്നതുകൊണ്ട് അത് നേട്ടത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അല്ലാണ്ട് ഒരു ഗ്രഹങ്ങളുടെ ഒരു മാറ്റം കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതല്ല. അതിൻ്റെ സൂചന വരുമ്പോഴേക്കും നമ്മുടെ പ്രയത്നം അനുസരിച്ച് അത് തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ള കാര്യവും അറിയാം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങും. കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പോൾ മെഡിസിൻ ആയാലും എൻജിനീയറിംഗ് ആയാലും മാനേജ്മെൻറ്റ്
കാര്യത്തിലായാലും അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോവുക. അതിലൊക്കെ വിജയത്തിനുള്ള ഭാഗ്യമുള്ള കാലം തന്നെയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ചയായാലും ധാരാളം മതി. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ശ്രീകൃഷ്ണ സ്തോത്രം കൂടി ജപിച്ചോളൂ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ലഭിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വിജയം ലഭിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഇപ്പോൾ പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ കോൾ ലെറ്റർ ലഭിച്ചിട്ടുള്ളവർ വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോവുക. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചില കാര്യങ്ങളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോവുക. കാരണം കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയുന്ന ഒരു കാലം അങ്ങോട്ട് ആരംഭിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം, ഓപ്റ്റിമിസം നമ്മൾ പറയുമല്ലോ, അതോടുകൂടി മുന്നോട്ട് പൊക്കോളുക. അർഹിക്കുന്ന രീതിയിലുള്ള, നമ്മുടെ ക്വാളിഫിക്കേഷന് അർഹിക്കുന്ന രീതിയിലുള്ള ജോലി വന്നു ചേരുന്ന ഒരു കാലം ആരംഭിക്കുകയാണ്. ഉടനെ തന്നെ അങ്ങോട്ട് കിട്ടുന്നുള്ളതല്ല, ആ കാലം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മളങ്ങോട്ട് ശ്രമിക്കുക. പ്ലാൻഡായിട്ടുള്ളൊരു മൂവ് നടത്തുന്നത് കൊണ്ട് വൈകാതെ തന്നെ നമുക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലം തന്നെയാണ്. അപ്പോൾ ഈ വാരം പ്രത്യേകിച്ചും അതിനു വേണ്ടി ശ്രമിക്കണം. എവിടെയൊക്കെ വേക്കൻസീസ് അറൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ അലേർട്ടായിരിക്കണം. ആ അലേർട്ട്നെസ് വെച്ച് മുന്നോട്ട് പൊക്കോളൂ. കാര്യങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നുള്ള കാര്യം അറിയുക. വിവാഹാലോചനകൾ വരുവാനും വിവാഹ നിശ്ചയം നടക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. പലർക്കും വീണ്ടും, അതായത് ആവർത്തിച്ച് വിവാഹ കാര്യങ്ങളിൽ തടസ്സം വരുന്നു, അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിൽ തടസ്സം വരുന്നു, വസ്തു വിൽപ്പന അല്ലെങ്കിൽ വാങ്ങുക, ഈ കാര്യങ്ങളിൽ ആവർത്തിച്ച് തടസ്സം വരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷിയുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അതായത് പിതൃതൃപ്തിയുണ്ടോ എന്നുള്ള കാര്യം, അതായത് സ്വർഗാരോഹണം പ്രാപിച്ചു പോയ മാതാവിൻ്റെ വഴിക്കും പിതാവിൻ്റെ വഴിക്കുമുള്ള പിതൃക്കളുടെ തൃപ്തി പൂർണ്ണമായിട്ടും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ തിലഹോമ സഹിതം ബലിതർപ്പണം നടത്തുന്നത്, വാവിന് ബലിതർപ്പണം നടത്തുന്നതുകൊണ്ട് പല പ്രയാസങ്ങളും ഇതുവരെയായിട്ടും അനുഭവപ്പെട്ടിരുന്ന ഈ ഇപ്പോൾ പറഞ്ഞില്ലേ, വിവാഹമായാലും വസ്തുവിൻ്റെ കാര്യത്തിലായാലും വീട് പണിയുടെ കാര്യത്തിലായാലും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ജോലിയുടെ കാര്യത്തിലായാലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങും. ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങും. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഒക്കെ ലഭിക്കാം. വാഹനം മാറ്റി വാങ്ങാനൊക്കെയുള്ള ഒരു ഭാഗ്യം കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. സന്തോഷമായിരിക്കുക. പ്രാർത്ഥന അത്യാവശ്യം വേണം. തിങ്കളാഴ്ചകളിൽ വ്രതമെടുത്ത് ദുർഗാക്ഷേത്ര ദർശനം നടത്തി കഴിയുന്നവർ അവിടെ ഒരു കുങ്കുമാർച്ചന കഴിപ്പിക്കുക. കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. ദുർഗാസ്തോത്രം കൂടി ജപിച്ചോളൂ. എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് നീങ്ങിക്കോളും. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. ഈ രാശിയിൽ ജനിച്ച ഒരു വ്യാഴനൊക്കെ നല്ല സ്ഥിതിയിലാണെന്നാണ് എല്ലാ ജ്യോതിഷ പ്രോഗ്രാമിലും പറയുന്നത്. എന്നിട്ടും എന്താ ഇപ്പം ഇങ്ങനെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ. അത് ശനി ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനത്തല്ല നിൽക്കുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിലും, പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിലായാലും നമ്മുടെ ജോലി കാര്യത്തിലായാലും ഒക്കെ ലാസ്റ്റ് മോമെൻറ്റ് ഹിച്ചസ്, നമ്മൾ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനെ തടസ്സം വരിക. ഇങ്ങനെ വിദേശത്ത് പോകാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. അവസാന നിമിഷങ്ങളിൽ ഇതിപ്പോൾ എന്താ ശരിയാകാത്ത എന്നുള്ളൊരു പ്രയാസമുണ്ടാകും. വിവാഹ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഇങ്ങോട്ട് വന്ന പ്രപ്പോസൽ പോലും പിന്നെ അങ്ങോട്ട് മറുപടി കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ചെറിയൊരു വിഷമം, ഒരു നിരാശയൊക്കെ വരുന്ന ഒരു കാലമാണ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വ്യാഴൻ ഇപ്പോഴും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനത്തുണ്ട്. ശനി അത്ര അനുകൂലമല്ല. അപ്പോൾ വ്യാഴ പ്രീതി വരുത്തുക, വിഷ്ണു പ്രീതി വരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ശനി പ്രീതിക്കായിട്ട് അന്നദാനം നടത്തുക. കഴിയുന്നവർ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിയാലും ധാരാളം മതിയാകുന്നതാണ്. അവിടെ ഒരു മുഹൂർത്തകാലം നിന്ന് പ്രാർത്ഥിച്ചോളൂ. ഈ തടസ്സങ്ങൾ ക്രമേണ നീങ്ങുന്നതായിട്ട് അനുഭവപ്പെടും. ചില കാര്യങ്ങളിലെങ്കിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില നിമിഷങ്ങൾ ഈ വാരം വരാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ധർമ്മശാസ്ത്ര
സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ആ ജപം മുന്നോട്ട് കൊണ്ടുപോകുക. വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകൊണ്ട് പ്രയാസങ്ങൾ വരുന്ന വാരമാണ്. അതുപോലെ തന്നെ വെറുതെ സമയം കളയുന്ന ഒരു സാഹചര്യവും വരാം. പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് എന്നവരെ ഓർമ്മപ്പെടുത്തേണ്ട ചുമതല അമ്മയ്ക്കും അച്ഛനും ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അവരുടെ പഠനക്രമങ്ങളിൽ ഒരു മോണിറ്ററിങ് അത്യാവശ്യം, അതിനൊരു സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. പ്രശസ്തമായിട്ടുള്ള ആ ശ്ലോകമുണ്ട്, നീലാഞ്ജന സമാനാഭം, സമാഭാസം എന്നുണ്ടൊരു വേർഷൻ, സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും മാറിക്കോളും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി ഉത്രം അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ ജീവിതത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ അകൽച്ചയും പിണക്കങ്ങളും ഒക്കെ വരുന്നൊരു കാലമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ വാരവും അത് തുടരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിലൊരു വ്യത്യാസം വരുത്തുന്നതുകൊണ്ട്, ഒരു സംയമനം പാലിക്കുന്നതുകൊണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒഴിവാക്കുവാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല, ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം നമുക്ക് മെൽറ്റ് ചെയ്ത് കളയുവാൻ, അലിഞ്ഞു പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യവും മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. കലാ, സാഹിത്യം, സിനിമ, TV രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ല ഉയർച്ചയ്ക്കുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. വിചാരിതമായിട്ടുള്ളൊരു കോൾ, നമുക്കൊരു പുതിയ അവസരം സൃഷ്ടിക്കാം. അവസരമുള്ളവർക്ക് അതിൻ്റെ റെക്കഗ്നിഷനൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്, അംഗീകാരമൊക്കെ വരുന്നതുകൊണ്ട്. അവാർഡ് എന്നൊക്കെ നമ്മൾ പറയും, അവാർഡെന്ന് പറയുന്നത് അവാർഡ് തന്നെ കിട്ടണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ റെമ്യൂണറേഷൻ, കുറച്ചൊരു വരുമാനം കൂടുതലൊക്കെ വരുന്നതുകൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്ട്സിൻ്റെ ഐഡിയാസൊക്കെ വരും. ക്രിയേറ്റിവിറ്റി ഒരു പീക്കിൽ വരുന്ന ഒരു സമയമാണ്. അതായത് ഭാവന വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ ഈ ആർക്കിടെക്ട്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ, സാഹിത്യം അങ്ങനെയുള്ള ആ ഒരു ആർട്ടിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വാരമാണ്. പക്ഷേ അവർക്കൊക്കെ ഒരു ചെറിയൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസക്കുറവുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒന്നും ശരിയാവുന്നില്ല, അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇനിയിപ്പോൾ ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മൂകാംബിക സ്തോത്രം ജപിച്ചോളൂ. അത് അങ്ങോട്ട് ജപിക്കുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രശസ്തമായിട്ടുള്ള മൂകാംബിക സ്തോത്രങ്ങളുണ്ട്. നമസ്തേ ജഗദ്ധാത്രി സബ്രഹ്മരൂപേ നമസ്തേ ഹരോപേന്ദ്ര ധാത്രാദിവന്ദേ എന്നുള്ള ആ പ്രശസ്തമായിട്ടുള്ള ആ സ്തോത്രം ജപിച്ചോളൂ. മൂകാംബികാദേവി കൂടെ ഉണ്ടാവും. ഈ പറഞ്ഞ പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറച്ച് കാലമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, കുറച്ച് കടമോ ലോണോ ഒക്കെ വാങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ ദേവി മാറ്റിത്തരുന്നൊരു സാഹചര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം. പല മാറ്റങ്ങളും കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ടാകാം. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഈ വാരം അതിൻ്റെ ഒരു മെച്ചമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയൊരു ജോലിക്കുള്ള ഓപ്പണിംഗ് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്യുക. കോൾ ലെറ്റർ കിട്ടിയിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുക. ഹയർ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ്. ദൂരദേശത്തായാലും ഇപ്പോൾ PG ഇൻ മെഡിസിൻ, PG ഇൻ എൻജിനീയറിംഗ്, അല്ലെങ്കിൽ PG ഇൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പൊതുവേ പറയുന്ന ഏത് രംഗത്തായാലും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്കൊക്കെ അറിയാമെന്നുള്ള കാര്യമില്ല. അങ്ങനെയല്ല, ഒരാൾ റിമൈൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് മനസ്സിലുണ്ടാവും. നമ്മൾ ഗുരുക്കന്മാരങ്ങനെയല്ലേ, ഒരു ഡിസേർവിങ് ഗുരു, അർഹിക്കുന്ന ഗുരുസ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തി നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ധിക്കാരമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പാലിക്കും. നമ്മളെല്ല ഒരു സൈസബിൾ നമ്പർ എല്ലാവരും ചെയ്യണമെന്നില്ല, അത് പാലിക്കും. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ശുക്രപ്രീതിയും മഹാലക്ഷ്മി പ്രീതിയും വരുത്തിക്കോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും.
വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കുറച്ചു കാലമായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ളൊരു താല്പര്യം കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ശ്രമത്തിലൊക്കെ അർഹിക്കുന്ന ആ രീതിയിലുള്ള വിജയമോ ഒരു സ്ഥാനമോ അഭിനന്ദനമോ ലഭിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇതിപ്പോൾ ശ്രമിച്ചാൽ ലഭിക്കുമോ എന്നൊക്കെയുള്ള എങ്ങനെ പോകുന്ന ആർക്കറിയാം എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകും. പ്രത്യേകിച്ച് ചെറിയ കച്ചവടം നടത്തുന്നവർക്കൊക്കെ പഴയ ബാധ്യതകൾ പലപ്പോഴും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഉണ്ടാക്കാം. എന്നാൽ അത് പരിഹാരം കൊണ്ട് നമുക്കൊരു പരിധി വരെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വൈകാതെ തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം മനസ്സിലുണ്ടാകേണ്ട ഒരു സമയമാണ്. വ്യാഴൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ സന്തോഷം നമ്മൾ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാകണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസവും നാരായണീയ പാരായണം നടത്തുക. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്തോളൂ. അപ്പോഴേക്കും മനസ്സിനൊരു സന്തോഷവും അതിൽ നിന്നൊരു ആത്മവിശ്വാസവും വരും. ആ ആത്മവിശ്വാസം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഒരു നിശ്ചയം ഒക്കെ നമ്മൾ നടത്തുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ചതിന് ശേഷം വേണം. കാരണം തീരുമാനങ്ങളിൽ തെറ്റുപറ്റുവാനുള്ള സാധ്യത ഏറെയാണ്. നന്നായിട്ട് ജാതക പരിശോധനയൊക്കെ നടത്തി നമ്മൾ പറയാറുണ്ട് കാരണവസ്ഥാനീയരുടെ അനുഗ്രഹത്തോടുകൂടി അവരുടെ അഭിപ്രായത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണവസ്ഥാനീയർ എന്ന് പണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഉപദേശത്തോടു കൂടി മാത്രം പോവുക. അല്ലാണ്ട് നമ്മൾ എടുത്തുചാടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും പരാജയത്തിൽ എത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഗ്രഹനില കണ്ട് ചാരവശാലുള്ള ഗ്രഹനില കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഉപദേശം കൊണ്ടുള്ള പ്രയോജനം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം അല്ല. അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ചൊവ്വ പ്രീതി വരുത്തുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി അവിടെ കഴിയുന്നവരൊരു കുങ്കുമാർച്ചന കഴിപ്പിക്കുക. ശ്രീ ഭദ്രാംബികാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ചില കാര്യങ്ങളെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാകാം. ജാതകത്തിലെ 7ലും 8ലും പാപനുള്ളവരുടെ വിവാഹ കാര്യങ്ങളിൽ കഴിഞ്ഞ കാലത്തും ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ കുടുംബജീവിതത്തിൽ വിവാഹം കഴിഞ്ഞവരുടെ കുടുംബജീവിതത്തിലും ചില പ്രയാസങ്ങൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ ചില പരിഹാരങ്ങൾ ഈ രാശിക്ക് വേണ്ടി സൂചിപ്പിച്ചിരുന്നു. ആ പരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ളവർ ഈ പ്രയാസങ്ങൾ പലതും ഒക്കെ കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. പൂർണ്ണമായിട്ടും അത് മാറ്റുവാനും ചിലർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ ഈ വാരം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള കാര്യം അറിയുക. വിവാഹത്തിന് ശ്രമിക്കാവുന്നതാണ്. അവിവാഹിതരെ വിവാഹത്തിന് ശ്രമിക്കാം. ജാതക പരിശോധന അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. കാരണം പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനുള്ള ചില പ്രിക്കോഷണറി മെഷേഴ്സൊക്കെ എടുക്കാൻ പറയുന്നത്. ജാതക പരിശോധന. അതുപോലെ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവർക്ക് തിരക്കേടില്ലാത്ത വാരമാണ്. അതിനാവശ്യമായിട്ടുള്ള ലോണോ ഗവൺമെൻറ് സാങ്ഷനോ ലൈസൻസ് ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന വാരം കൂടിയാണ് എന്നുള്ള കാര്യം അറിയാം. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അതിപ്പോൾ ഉണ്ടാവുമല്ലോ എന്ന് പറയാറുണ്ട് ആൾക്കാർ. നമ്മുടെ ഒരു ശ്രമവും നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ മാർക്സൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു അറ്റംപ്റ്റും നമ്മളെ അലേർട്ട്നെസ് അവയർനെസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അറിവുള്ളവർക്ക് നമുക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവുള്ളൂ. അതായത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയൊക്കെ അതിന് പോസിബിലിറ്റി ഉണ്ട്, ഈ മാർക്ക് സ്റ്റാൻഡേർഡ്സിൽ വെച്ച് എവിടെ അപ്ലൈ ചെയ്താൽ ലഭിക്കും എന്നൊക്കെയുള്ള ഒരു എക്സ്പേർട്ട് അഡ്വൈസ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും
നല്ലൊരു പൊസിഷനിലേക്ക് വരാനുള്ളൊരു സാഹചര്യവും വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗവും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ചിലവുണ്ടാകുമെങ്കിലും വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. പഴയ ബാധ്യതകളൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്ന രീതിയിൽ, അതങ്ങോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് തീർക്കുക എന്നുള്ളതല്ല, ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരും. ചിട്ടി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ സഹായം, അത്യാവശ്യത്തിന് പണം ആരെങ്കിലും തന്ന് നമ്മളെ സഹായിക്കുക, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് ലഭിക്കുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയും ഈ വാരം കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ, ബന്ധുസമാഗമം, തീർത്ഥയാത്ര, ഇവയ്ക്കൊക്കെയുള്ള യോഗവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയുക. പൊതുവെയുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രശസ്തമായിട്ടുള്ള ഒരു സ്തോത്രം ജപിക്കുക. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം എന്നാരംഭിക്കുന്ന ആ സ്തോത്രം 5 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. തടസ്സങ്ങൾ നീങ്ങുന്നത് അനുഭവിച്ചറിയുക. എപ്പോഴും നമ്മൾ പരിഹാരങ്ങളിൽ ഈ അന്യരോട് പറയരുതെന്ന് പറയാറുണ്ട്. പലപ്പോഴും ഇതൊന്നും കൊണ്ട് കാര്യമില്ല കേട്ടോ എന്ന് പലപ്പോഴും ഈ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭാപ്തി വിശ്വാസം കുറഞ്ഞവർ പറയാറുണ്ട്. അത് നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല, കേൾക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചിലരൊക്കെ പറയാറില്ലേ, ട്യൂഷൻ അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഒരു വ്യക്തി പോയിട്ട് പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് പോയാൽ പ്രയോജനം ഉണ്ടായി എന്ന് വരും. ഓരോരുത്തരുടെ ഇൻ്റലക്ച്വൽ ലെവൽസ് ഡിഫറൻ്റാണ്, ഹാർഡ് വർക്കിംഗ് കപ്പാസിറ്റി ഡിഫറൻ്റാണ്. എന്നതുപോലെ തന്നെ പരിഹാരങ്ങളിൽ സമർപ്പണ മനോഭാവം, ഒരു ദിവസം പോലും മുടക്കാതെ നമുക്ക് പ്രാർത്ഥന ചെയ്യുവാനുള്ള കഴിവ്, ഇതൊന്നും എല്ലാവരിലും ഇല്ല. അപ്പോൾ അവർ ആരുടെയും അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥന നിരതമായിട്ടുള്ളൊരു മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിത വിജയം ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു വാരമാണ് എന്നും അറിഞ്ഞുകൊള്ളുക. മകരം രാശി, ഉത്രാട അവസാനത്തെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നവർക്കത് കുറയ്ക്കുവാൻ കഴിയുന്നൊരു കാലമാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ ഫലിക്കുന്ന ഒരു സമയമാണ്. അതിപ്പോൾ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിലുമൊക്കെ വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. ഇപ്പോൾ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങൾ കൂടിയാണെന്നുണ്ടെങ്കിൽ പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ള കാര്യം, അത് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും അല്ലെങ്കിൽ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ശരീരത്തിലെ പല ഭാഗങ്ങളിലും വേദനയോ പ്രയാസങ്ങളോ, റുമാറ്റിക് വാദസംബന്ധമായിട്ട് അസുഖങ്ങളോ, ഒരു പ്രായം കഴിഞ്ഞവർക്ക് മറ്റു ചില പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളിൽ ഒരു ആധിക്യം, ഒരു കൂടുതലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതുമൊക്കെ കുറയുന്ന ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പുതിയ വെഞ്ചേഴ്സ്, പുതിയ എന്നൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനുള്ള പ്ലാനൊക്കെ മനസ്സിൽ വരും. അതുപോലെ വസ്തു വാങ്ങുവാൻ അല്ലെങ്കിൽ വിൽക്കുവാനുള്ള ഒരു പ്ലാനും ഒക്കെ മനസ്സിൽ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ആ പ്ലാനൊക്കെ സഫലീകരിക്കുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോകുവാൻ പറ്റിയ ഒരു വാരമാണ്. വിവാഹ കാര്യങ്ങളിലും കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ചെറിയ തടസ്സങ്ങളൊക്കെ കുറയുന്നതായി അനുഭവപ്പെടും. ചില വിവാഹാലോചനകൾ വരുവാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇല്ലാതിരുന്ന റെസ്പോൺസ് വരാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കൂടി കഴിപ്പിക്കുക. ദിവസവും ശിവസ്തോത്രം കൂടി ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, വിവാഹ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടാകുന്ന തടസ്സങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. 7ര ശനിക്കാലമാണ് എന്ന് പറയും ആചാര്യന്മാർ. ശാരവശാൽ ഇപ്പം അങ്ങനെയുള്ളൊരു കാലമാണ്, ജന്മശനി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ ശ്രമിച്ചാലും അതിലൊരു ഗുണഫലം വരികയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ തന്നെ ഒരു ചെറിയ പ്രയാസം കൂടി വരുന്നില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നിരിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട്, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ വരുന്ന പ്രയാസങ്ങൾ നമുക്കൊന്ന് ലഘൂകരിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇവിടെ അത്യാവശ്യം വേണ്ട കാര്യം ശനിപ്രീതിയാണ്, ധർമ്മശാസ്ത്ര പ്രീതിയാണ്. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക.
നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം വെച്ച് ദിവസവും ജപിച്ചോളൂ. പുതിയ അവസരങ്ങൾ വന്നു ചേരും. ജോലിയിൽ ഉയർച്ചയ്ക്കുള്ള ഒരു സാധ്യത സാഹചര്യം ഒരുങ്ങും. ഓഫീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം, നമ്മുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ചില ടെൻഷൻസ്, ഇതൊക്കെ ഈ പ്രാർത്ഥന കൊണ്ട് കുറഞ്ഞു കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. ഭദ്രാക്ഷേത്രത്തിലെ ഒരു ജപിച്ച നൂൽ വാങ്ങി ധരിച്ചോളൂ. എല്ലാ കാര്യത്തിലും അതൊരു രക്ഷയായി വന്നു ഭവിക്കും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസത കാണിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അവരുടെ കൂട്ടുകെട്ട് നന്നായിട്ട് മോണിറ്റർ ചെയ്യണം. തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രണയം, തെറ്റായിട്ട് എന്ന് നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് യോജിക്കാത്ത രീതിയിലുള്ള, നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കൂട്ടുകെട്ടോ പ്രണയമോ ഒക്കെ വരുന്ന ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് സ്വയം നിയന്ത്രണത്തോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് പല പ്രയാസങ്ങളും നമുക്ക് കുറയ്ക്കുവാനോ ഒഴിവാക്കുവാനോ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് എല്ലാ ഡീലിങ്സിലും നമ്മൾ വളരെ എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നറിയുക. അതുപോലെ വസ്തു വാങ്ങുന്നവരൊക്കെ ഒരു അഡ്വക്കേറ്റിൻ്റെ അഡ്വൈസ് അത്യാവശ്യം വേണ്ട ഒരു കാലമാണെന്നും പ്രത്യേകിച്ചറിയുക. വസ്തു വിൽപ്പന പലപ്പോഴും അത് നഷ്ടത്തിലെത്താതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ആരെങ്കിലും വിശ്വസിച്ച് ഒരു കാര്യവും ഏൽപ്പിക്കുവാൻ പറ്റിയ സമയമല്ല. ഓഫീസിലൊക്കെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമല്ലോ പവേഴ്സൊക്കെ, അത് വളരെ ശ്രദ്ധിക്കണം. കഴിയുന്നതും അത് ഒഴിവാക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു ഉപദേശം കൊടുക്കേണ്ട ഒരു വാരമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വന്നോളും പിന്നീട്. ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ നീക്കാനായിട്ട് പ്രത്യേക പ്രാർത്ഥന, ദാനം, അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിയുന്നവർ ശനിയാഴ്ചകളിൽ ഒരു അന്നദാനം നടത്തുന്നതും നല്ലതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനി ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് വരികയും പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങുകയും ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരികയും ചെയ്യുന്നതുകൊണ്ട് ബിസിനസ് ഫീൽഡ് ഉള്ളവർക്ക് പോലും കാര്യങ്ങൾ അല്പം ഒന്ന് മെച്ചമാക്കാനുള്ള അവസരം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ രാശിയിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി അല്പം ഒന്ന് മെച്ചമാകാനുള്ള ഭാഗ്യമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ സഹായം വന്നു ചേരാനുള്ള യോഗമുണ്ട്. കുടുംബത്തിലൊരു വരുമാനം അല്പം ഒന്ന് കൂടാനുള്ളൊരു യോഗമുണ്ട്. ബാധ്യതയൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വരാനുള്ള യോഗവുമുണ്ട് എന്നറിയാം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള ഭാഗ്യവും പ്രണയിക്കുവാനുള്ള ഒരു സാധ്യതയും പ്രണയം വിവാഹത്തിലെത്താനൊക്കെയുള്ളൊരു യോഗവും കാണുന്നു. എന്നാൽ ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ പെരുമാറ്റം കൊണ്ട് തെറ്റിദ്ധാരണകൾ വരുവാൻ, അത് ഓഫീസിലായാലും ഗൃഹത്തിലായാലും വരാം. അവിടെ കലഹസാധ്യതയൊക്കെ വരുന്നത് കൊണ്ട് അതിനുള്ളൊരു ഒരു ചാൻസ് കാണുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസാരം നിയന്ത്രിക്കുക. നമ്മളെപ്പോഴും പ്രതികരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മനസ്സിലൊന്ന്, അത് ഏതാനും സെക്കൻഡ് ഒന്ന് ധ്യാനിച്ചതിന് ശേഷം അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ വികാരങ്ങൾക്കൊരു നിയന്ത്രണം വരും. അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കിയെടുക്കുവാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. ഓഫീസിലും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുക. അന്യരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കമൻറ്റും പറയാണ്ടിരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയുള്ള ആക്ടിവിറ്റീസിലും നമ്മളൊരു കൺട്രോൾഡ് ഇൻവോൾവ്മെൻറ്റ് മാത്രം മതി. പുതിയ കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ, അത് ബിസിനസ് ആയാലും ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഷെയർ മാർക്കറ്റ് ആയാലും അതിനൊക്കെ നമ്മൾ വളരെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രം, അത് നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം 7 ശനിക്കാലത്തിൻ്റെ ഒരു തുടക്കം കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാ കാര്യത്തിലും പ്രത്യേകം ഒരു ശ്രദ്ധ വേണം, ഒരു അലേർട്ടായിട്ടുള്ള ഒരു അവസ്ഥ വേണം എന്നാണ് ആചാര്യന്മാർ പറയുക. അപ്പോൾ ശനിപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി ഒക്കെ വരുത്തുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ നടത്തിക്കോളൂ. ഒരു സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിലൊരു വർധനവും അതിലെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.
ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ ID ഉണ്ട്. മെയിൽ ID-യിലേക്ക് മെയിൽസ് അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയുണ്ടായിരിക്കണം. പിന്നെ എന്താണ് അറിയേണ്ടത്? വിവാഹ കാര്യമാണ്. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, പൊതുവെയുള്ള സമയം എങ്ങനെയാണ്? അങ്ങനെയല്ല. എന്താ അറിയേണ്ടത്? ഇപ്പോൾ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ, അതെങ്ങനെ പരിഹൃതമാകുന്നതാണോ, വസ്തു വാങ്ങുന്ന കാര്യമാണോ, അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യമാണോ, വിവാഹത്തിൻ്റെ കാര്യമാണോ, ചൊവ്വാദോഷം എന്താണെന്ന് അറിയാനുള്ള കാര്യം, അത് വളരെ വ്യക്തമായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. മറുപടി ഈ പ്രോഗ്രാമിലൂടെ നൽകുവാൻ ശ്രമിക്കാം. ആദ്യത്തെ മെയില് മിസ്സസ് നിമ്മി ജോ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. മകൾ +2, മകം നക്ഷത്രമാണ്. എഡ്യൂക്കേഷൻ സ്യൂട്ടബിൾ ഫീൽഡ്. എഡ്യൂക്കേഷൻ അത്ര നന്നായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മകൻ നക്ഷത്രമായതുകൊണ്ടാണ് കണ്ടകശനി എന്ന് പറയും. അപ്പോൾ കുട്ടി ബ്രൈറ്റ് ആണെങ്കിലും ഹാർഡ് വർക്കിംഗ് ടെൻഡൻസി ഉള്ള കുട്ടിയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടൊക്കെ ആ ഒരു ഹാർഡ് വർക്കിനുള്ളൊരു താല്പര്യം കുറയും, കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പഠന കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല പഠിക്കാനുള്ളൊരു താല്പര്യം തന്നെ കുറയും. എപ്പോഴും കിടക്കാനുള്ളൊരു ടെൻഡൻസി, പഠിക്കുന്ന കാര്യം പറഞ്ഞാലേ ഉറക്കം വരുന്നൊരു അവസ്ഥയൊക്കെ വരുന്നൊരു കാലമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷനിൽ ആ ഒരു പെർഫോമൻസ് താഴേക്ക് പോയത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് വേണ്ട തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷന് പറ്റിയ സമയമല്ല. ഈ കുട്ടിക്ക് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഈ മെഡിക്കൽ ഫീൽഡ് നല്ലതാണ്. നഴ്സിംഗ് ഫീൽഡ്, മെഡിക്കൽ ടെക്നോളജി, ഇങ്ങനെയുള്ള ഫീൽഡൊക്കെ നല്ലതാണ്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അതും നല്ലതാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നല്ലതാണ്. ഈ ട്രാക്കിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. വിദേശം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് വിദേശത്ത് സ്കോപ്പുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വിദേശത്ത് സാമ്പത്തിക നിലയുണ്ടെങ്കിൽ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും മകളുടെ, അതായത് മിസ്സസ് നിമ്മി ജോയുടെ മകളുടെ കാര്യം നല്ല ജാതകമാണ്. അതുകൊണ്ട് ശുക്രൻ ബലവാനാണ്. അപ്പോൾ ഷീ വിൽ കം അപ്പ് വെരി വെൽ. അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇപ്പോൾ അക്കാഡമിക്സിൽ ഒന്നും മോശമായി എന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഷീ ഈസ് ഫോർച്ചുനേറ്റ് ആൻഡ് ഷീ വിൽ കം അപ്പ് വെരി വെൽ എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ ഒരു മോണിറ്ററിങ് വേണം. റൈറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടൊരു ഹെൽപ്പ് വേണം. ഞാൻ ആ ഏരിയാസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തിയറി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇയാൾക്ക് തൽക്കാലം നെക്സ്റ്റ് 2 ഇയേഴ്സ് കൂടി സ്യൂട്ട് ചെയ്യില്ല. പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് 2 വീലർ റൈഡ് ഒന്നും തൽക്കാലം വേണ്ട. ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, അഡ്വഞ്ചറസ് ട്രിപ്സൊക്കെ ഒഴിവാക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നോളും. സന്തോഷമായിരിക്കുക. ശ്രീ ബിപിൻ കല്ലായി ആണ്. മകൾ MSc PhD, 29 വയസ്സ്, ടീച്ചറാണ്. വിശാഖം നക്ഷത്രം. യെസ്. പിന്നെന്ത് 24 വിവാഹം. വിവാഹം 24 വയസ്സിൽ 24 എന്ന് പറഞ്ഞിരിക്കുന്നു. 24 വയസ്സിൽ വിവാഹം കഴിഞ്ഞു. പക്ഷേ ഡിവോഴ്സായി എന്നാണ് പറഞ്ഞത്. ഇനി വിവാഹം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഗ്രഹനില എടുത്തിട്ടുണ്ട്. ജാതകത്തിൽ ചെറിയൊരു ദോഷമുണ്ട്. അത് ഒരു പക്ഷേ ജാതകപ്പൊരുത്തം നോക്കിയിട്ടുണ്ടാവാം. ഇനി വിവാഹം തരക്കേടില്ലാത്തൊരു കാലം തന്നെയാണ്. 1 വർഷം കൂടി കഴിഞ്ഞിട്ട് 2025 ഒരു മധ്യം മുതലാണ് വിവാഹത്തിന് ഏറെ മെച്ചമായിട്ടുള്ളൊരു സമയം. 2026 ഒരു കുടുംബസ്ഥയാകാനുള്ള യോഗമുണ്ട്. നന്നായിട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും. അല്പം ഒരു കോപം, വാശിയൊക്കെ ഉണ്ടെന്ന് കാണുന്നു. അതുണ്ടെങ്കിൽ യോഗധ്യാനം കൊണ്ട് നിയന്ത്രിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹ ജീവിതത്തിലുണ്ടാകുവാൻ സാധ്യതയുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമുണ്ട്. വിവാഹത്തിൻ്റെ പിരീഡ് പറഞ്ഞു. അപ്പോൾ ആ പിരീഡാണ് നല്ലത്. ഇപ്പോഴും ശ്രമിക്കാം. നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ വിവാഹം നടത്തുന്നതിൽ തെറ്റൊന്നും തന്നെയില്ല. ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും വിവാഹ കാര്യത്തിലുള്ളത് നീങ്ങിക്കിട്ടും. സന്തോഷമായിട്ടിരിക്കാം. മൂന്നാമത്തെ മെയിൽ കുമാരി അപർണ നക്ഷത്രം, തിരുവാതിര, 26 ബാങ്ക് എംപ്ലോയി, 23 വയസ്സിൽ, ഇപ്പം 26 വയസ്സായി, 23 വയസ്സിൽ വിവാഹം മുടങ്ങി. വിവാഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2-3 വർഷം മുമ്പുണ്ടായിരുന്ന ആ കാലം, പ്രത്യേകിച്ച് 1.5 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന കാലം തിരുവാതിര നക്ഷത്രത്തിന് ഒട്ടും നന്നായിരുന്നില്ല. പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാലം, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അങ്ങോട്ട് ശരിയാകാത്തൊരവസ്ഥ, ഇതൊക്കെ ഉണ്ടായിരുന്നു തിരുവാതിര നക്ഷത്രത്തിന്. അപ്പോൾ 23 വയസ്സിൽ നിശ്ചയിക്കപ്പെട്ട വിവാഹം മുടങ്ങി എന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. 7ാം ഭാവാധിപൻ ശക്തനാണ്. ചൊവ്വയുടെ ഒരു ദൃഷ്ടിയുണ്ട് 7ാം ഭാവയിലേക്ക്. അതാണ് ഈ പ്രയാസങ്ങൾ വന്നത്.
ഏഴാം ഭാവാധിപൻ ശക്തനായതുകൊണ്ട് തീർച്ചയായിട്ടും വിവാഹശേഷം വളരെയധികം ഉയർച്ചയുണ്ടാകും, സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ശിവപാർവതി സ്തോത്രം ദിവസവും ജപിക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക. നല്ലൊരു കുടുംബജീവിതം ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ശ്രീ ദേവൻ ഉണ്ണി ഷൊർണൂർ, ദേവൻ ഉണ്ണി ഷൊർണൂർ, നക്ഷത്രം പൂരമാണ്, 42 വയസ്സ്, 15 വർഷം ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്ന് ബിസിനസ് ആരംഭിച്ചു. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, വസ്തു പോലും പണയത്തിലാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പഴയ ആൾക്കാർ പറഞ്ഞൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, ഈ 12 വ്യാഴനുള്ള ജാതകമാണിത്. അപ്പോൾ സാധാരണഗതിയിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും അതൊക്കെ പിന്നീട് നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ജാതകമാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസ്കി ഫീൽഡ്. അപ്പോൾ ആ ബിസിനസ് അത്ര അങ്ങോട്ട് അനുയോജ്യമാണെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ബിസിനസ് അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർ ഗൈഡൻസോടുകൂടി ഇപ്പോൾ വൈഫിനോ കുട്ടികൾക്കോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ളവർ, അല്ലെങ്കിൽ കാരണവസ്ഥാനീയർ, അച്ഛനോ അമ്മയോ ആരെങ്കിലും ജ്യേഷ്ഠന്മാരോ ജ്യേഷ്ഠത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി, അഡ്വൈസോടുകൂടി, ആ ഫീൽഡിലെ എക്സ്പേർട്ട് അഡ്വൈസോടുകൂടി അവരുടെ ഒരു കൺട്രോളിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പണം ചിലവാക്കുന്നതിന് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് 12 വ്യാഴൻ വന്നു കഴിഞ്ഞാൽ ഇതാണൊരു ഫലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് പൊതുവെ അനുയോജ്യമല്ല. പക്ഷേ ബിസിനസ് അല്ലാണ്ട് മറ്റൊരു മാർഗം നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഇതുപോലെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. അവരുടെ അഡ്വൈസ് നമ്മൾ സ്വീകരിക്കുവാനുള്ളൊരു മനസ്ഥിതി കൂടി കാണിക്കണം. കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. 2026 ഇപ്പോഴുള്ള പല ബാധ്യതകളും പറയും. 2026 ശുക്രന് ബലമുള്ള ഒരു കാലം ഇപ്പോൾ എത്തിക്കോളും. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രോഗ്രാമിലേക്ക് സംശയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങൾ ആവശ്യമുള്ളവർ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ സഹിതം മെയിൽ ചെയ്യുക. കഴിയുന്നതും ഈ പ്രോഗ്രാമിൽ മറുപടി നൽകുവാൻ ശ്രമിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.